എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 13-2 മുതൽ 6 വരെ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും, അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിലൊന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. മൃഗത്തിന് അധികാരം കൊടുത്തതുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു മൃഗത്തെ നമസ്കരിച്ചു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമുക്ക് ദാനമായി ദൈവം തമ്പുരാൻ നൽകി. വെളിപ്പാട് പുസ്തകം നമുക്ക് നൽകുന്ന ശക്തമായ ഉറപ്പും ധൈര്യവും അതോടൊപ്പം മുന്നറിയിപ്പുകളും ഉണ്ട്. ഇന്ന് വായിച്ച വേദഭാഗത്ത് 4 സാമ്രാജ്യങ്ങളുടെ പ്രതീകമായി ദാനിയേൽ കണ്ട 4 മൃഗങ്ങളുടെ സവിശേഷതകൾ ചേർന്നതാണ് ഈ മൃഗം. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിലാണ് അത് നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ്റെ കാഴ്ചപ്പാടിൽ സാമ്രാജ്യ ശക്തികളുടെയും വിഗ്രഹാരാധനയുടെയും എല്ലാ ഭീകരതകളും റോമാ സാമ്രാജ്യത്തിൽ ഒത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. സമ്പൂർണമായ ഏകാധിപത്യം, സമഗ്രമായ ഏകശാസനാധികാരം, ദൈവീകരിച്ച രാഷ്ട്രീയ സാമ്പത്തിക അധികാരങ്ങൾ, ഇതെല്ലാം ദാനിയേലിൻ്റെ കാലത്തും യോഹന്നാൻ്റെ കാലത്തും ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ കാലത്തും ഇനിയും വരാനിരിക്കുന്ന കാലത്തും യഥാർത്ഥത്തിൽ എന്തായിരിക്കും എന്നതിൻ്റെ പ്രതീകമായി വേണം ഈ മൃഗത്തെ മനസ്സിലാക്കേണ്ടത്. അത്തരം ശക്തിയും അധികാരവും ദൈവത്തിൽ നിന്നല്ല, മഹാസർപ്പത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് 2-ാം വാക്യം. ഇവിടെ വെളിപ്പാട് 13-2 റോമർ 13 പറയുന്ന ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും വരുന്നില്ല എന്ന ഭാഗത്തെ ഖണ്ഡിക്കുകയോ അതിന് പരിപൂർണം നൽകുകയോ ആണ് ചെയ്യുന്നത്. അധികാരങ്ങൾ രാജാതിരാജാവായ ദൈവത്തിൻ്റെ രാജത്വം അനുവദിച്ചു കൊടുക്കുന്ന പരിധിക്കുള്ളിലാണോ ഉപയോഗിക്കുന്നത് എന്നതാണ് ചിന്താവിഷയം. അതോ അതിർത്തി ലംഘിച്ച് സാത്താൻ്റെ അധീനതയിലായിരിക്കുന്നുവോ എന്ന് ചരിത്രത്തെ വിലയിരുത്താനുള്ള പ്രേരണ ഈ വേദഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അധികാരികളെ അനുസരിക്കണം എന്ന് സ്വാഭാവികമായി നിഷ്കർഷിക്കാൻ കഴിയില്ല. ഹിറ്റ്ലറുടെ 3-ാം സാമ്രാജ്യത്തിൽ വിശ്വാസം ഏറ്റുപറയുന്ന സഭ നേരിട്ട പ്രശ്നം ഇതാണ്. റോമർ 13-ന്റെ അടിസ്ഥാനത്തിൽ വർണ്ണവിവേചന ഭരണത്തിൻ്റെ സാധുത അംഗീകരിക്കാൻ വിസമ്മതിച്ച് ദക്ഷിണാഫ്രിക്കയിൽ കെയ്റോസ് രേഖയ്ക്ക് രൂപം നൽകിയവർ ഉന്നയിച്ച പ്രശ്നം ഇതുതന്നെയായിരുന്നു. ബോബേസാക്ക് പറയുന്നത് പോലെ നീതിയുടെ ശുശ്രൂഷക്കാരായിരിക്കാനല്ല, അനീതി നിലനിർത്താൻ വേണ്ടി വിമോചിപ്പിക്കപ്പെടാനുള്ള ശ്രമമല്ല, അടിമത്തം നിലനിർത്താൻ വേണ്ടി മർദ്ദക ഘടനകളെ തകർക്കാനല്ല, അടിച്ചമർത്തൽ നിലനിർത്താൻ വാളുപയോഗിക്കുന്ന രാഷ്ട്രം, നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ച് കാണാൻ കഴിയാത്ത ഭരണകൂടം, ദൈവത്തിൻ്റെ ശുശ്രൂഷയല്ല, സമുദ്രത്തിൽ നിന്നുള്ള മൃഗത്തിൻ്റെ സേവയാണ് നടത്തുന്നത്. ഇത് ബോവേസാക്കിൻ്റെ അഭിപ്രായമാണ്. ഹിറ്റ്ലറുടെ കാലത്ത് ജർമ്മനിയിലെ ക്രിസ്ത്യാനികൾക്കും പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെ അനേകം വെള്ളക്കാർക്കും അതിലേറെ അമേരിക്കയിലെ മഹത്വപൂർണമായ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ കഴിയുന്നവർക്കുമൊക്കെ ഇവയൊക്കെ മൃഗീയവും ഒരു തരം സാത്താന്യവുമായി അങ്ങനെയുള്ള ശക്തിയായി മാറും
എന്ന് വിശ്വസിക്കാൻ വിഷമമാണ്. എന്നാൽ സാത്താന് എങ്ങനെ ഇത്രയേറെ ശക്തി ഉണ്ടാകും? അതിൻ്റെ അർത്ഥം അനേകം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് പോലെ ദൈവം സ്വർഗത്തിൽ മാത്രം ഭരണം നടത്തുന്നു എന്നും ഭൂമി സാത്താൻ്റെ പൂർണ്ണ ആധിപത്യത്തിലാണ് എന്നുള്ളതല്ല, അങ്ങനെയുള്ള ചിന്തയല്ല. യോഹന്നാൻ അങ്ങനെ കാണുന്നില്ല. സാത്താൻ തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ തൻ്റെ നില ഭൂമിയിൽ നിലനിർത്താൻ കഠിനശ്രമം നടത്തുക മാത്രമാണ്. മൃഗത്തിൻ്റെ ശക്തി വെറും അനുകരണ നടനം മാത്രമാണ്. അത് പരിമിതവുമാണ്. അതിൻ്റെ ഒരു തലയിൽ മാരകമായ ഒരു മുറിവുള്ളതായി കാണുന്നു. ചരിത്രപരമായി ജൂലിയൻ വംശവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ച നീറോയുടെ മരണത്തെ തുടർന്ന് അധികാരത്തിന് വേണ്ടി മത്സരിച്ച സൈനിക ചക്രവർത്തിമാരുടെ സ്ഥാനക്കയറ്റം അന്നുണ്ടാക്കിയ സംഘർഷത്തെയും ഒടുവിൽ വെസ്പേഷ്യൻ ചക്രവർത്തി സ്ഥാപിച്ച ഫ്ലോവിയൻ രാജവാഴ്ചയിലൂടെ നേടിയ ആധിപത്യ പുനഃസ്ഥാപനത്തെയുമൊക്കെ യോഹന്നാൻ്റെ ഈ വാക്കുകളിലൊക്കെ ദൃശ്യമാണ്. ഒരു വർഷം അങ്ങനെ 3 പേർ സ്ഥാനത്തെത്തുകയും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് സുഖം പ്രാപിക്കാനുള്ള കഴിവും മാരകമായ സംഘർഷാവസ്ഥയിൽ നിന്നുള്ള സാമ്രാജ്യ പുനഃസ്ഥാപനവും ലോകത്തെ ആകെ ആകർഷിച്ചതാണ്. അജയ്യമെന്ന് തോന്നിയ ഈ അധികാരത്തിൽ ആകൃഷ്ടരായവർ മഹാസർപ്പത്തെയും മൃഗത്തെയും ആരാധിച്ചു. ലോകത്തിൽ പൊതുവെയും യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്ന സഭകളുടെ ആസ്ഥാനമായ പശ്ചിമേഷ്യയിൽ വിശേഷിച്ചും ചക്രവർത്തി പൂജ പ്രചാരം നേടിയിരുന്നുവെന്ന്. അനുകരണവും വ്യാജവൽക്കരണവും യഥാർത്ഥമായിരിക്കുന്നത് പോലെ മൃഗത്തിൻ്റെ ശക്തിയും യഥാർത്ഥമാണ്. എന്നാൽ അത് തനിമയുള്ളതല്ല. അതിന് സ്വയമേവ നിലനിൽക്കാൻ കഴിയില്ല. ദൈവഭരണത്തിൻ്റെ അനുകരണത്തിലൂടെ ജനങ്ങളുടെ ആദരവും വിധേയത്വവും പിടിച്ചു പറ്റുകയാണ് അത് ചെയ്യുന്നത്. ക്രിസ്തു ദൈവത്തിൽ നിന്ന് എന്ന പോലെ മൃഗം മഹാസർപ്പത്തിൽ നിന്നുമാണ് ശക്തിയും അധികാരവും പ്രാപിക്കുന്നത്. കുഞ്ഞാടിനെ പോലെ മൃഗവും മാരകമായി മുറിവേൽക്കുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ മൃഗത്തിൻ്റെ മുറിവ് സുഖമാകുന്നു. ക്രിസ്തുവിനെന്ന പോലെ മൃഗത്തിന് കിരീടം ലഭിക്കുന്നു. ക്രിസ്തുവിൻ്റെ ഭരണം പരിശുദ്ധാത്മാവിനാൽ നിലനിൽക്കുന്നത് പോലെ രണ്ടാം മൃഗത്തിൻ്റെ പ്രവചനം അതിന് പിന്തുണ നൽകുന്നു. അപ്പോൾ ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവിക ഭരണത്തിനും ദൈവികമായ ശക്തിക്കും വിരുദ്ധമായ ചില സാത്താന്യ ശക്തികളുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അത് രാഷ്ട്രീയ ശക്തികളിലൂടെ, രാഷ്ട്ര ഭരണത്തിലൂടെയൊക്കെ ചരിത്രം തെളിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ അതൊന്നും അങ്ങനെ നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല. ആത്യന്തികമായി ദൈവം ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതൊരു വലിയ പ്രതീക്ഷയും പ്രത്യാശയുമാണ് യോഹന്നാൻ്റെ സമൂഹത്തിന്. അന്ന് പീഡനം അനുഭവിച്ച സഭയ്ക്ക് ആ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു കൈമുതലായി നൽകാനുണ്ടായിരുന്നത്. ആ ഒരു പ്രത്യാശയിലാണ് വിശ്വാസത്യാഗം ചെയ്യാതെ അവർ ജീവിച്ചത്. ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള സംഭവങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉടലെടുക്കുന്ന ഇടങ്ങളുണ്ട്. ഒരുപക്ഷെ ഇനിയും നമ്മളത് കാണാൻ പോകുന്നു. അതുകൊണ്ട് നമ്മുടെ നിലപാടുകൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ പ്രതീക്ഷ എത്രത്തോളം ആഴത്തിലുള്ളതായിരിക്കണമെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നിലനിൽക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, പുതിയൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ദുഷ്ടശക്തികളുടെ ചരിത്രപരമായ ഇടപെടലുകളിൽ ദൈവം ലോകത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. കർത്താവേ, ദൈവിക ഭാഗത്ത് നിലനിൽക്കാൻ പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെടാതെ വിശ്വാസ സമൂഹമായി വളരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. വിശേഷമായി
ഭാരതത്തിൻ്റെ ചിലയിടങ്ങളിൽ ഇന്നും അരങ്ങേറുന്ന ക്രിസ്തീയ വിരോധികളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനിരയായിത്തീരുന്ന അനേകം പ്രവർത്തകരുണ്ട്, വിശ്വാസ സമൂഹമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വിശേഷമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഇടപെടലുണ്ടാകണമേ. വ്യത്യസ്തമായ ആവശ്യങ്ങളോടെ ഇന്നവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. വഴിയും വാതിലുകളും അവിടുന്ന് തുറന്നു കൊടുക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് വിശേഷമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷം ദൈവം തമ്പുരാൻ ദാനം ചെയ്യണമേ. യേശു മശീഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.